കൊനമുണ്ട്, അതാണ് ഈ തള്ള ഉണ്ടോന്നുള്ളൊരു പേടി ഉള്ളത്. കൊച്ചു കുഞ്ഞല്ലേ. ഇന്നാള് ഒരു ക്യാമറമാൻ കുഞ്ഞിനെ ഫോട്ടോ എടുത്ത് തള്ള പുറകെ ഇങ്ങനെ എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഇതും കൂടെ, ഈ ക്യാമറമാൻ ഇപ്പം ജീവനോടെ ഉണ്ടോ എന്നുള്ളതറിയാം. എന്തുവാ അല്ല ലെങ്ത് തീർന്നു പറഞ്ഞത്. പതുക്കെ പതുക്കെ ഉള്ളോട്ട് അങ്ങോട്ട് ഇറക്കും, പിന്നെ അങ്ങോട്ട് വായനകത്ത്. ഈ മലമ്പാമ്പൊക്കെ ഓരോ മൃഗങ്ങളൊക്കെ പിന്നെ വെട്ടാൻ പിന്നേക്ക് ഇതുപോലെ പതുക്കെ പതുക്കെ തിന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അവസ്ഥ എനിക്കറിയാം. എനിക്ക് പയ്യെ ഉരുണ്ട് കുറച്ച് നേരം അവിടെ നിൽക്കും ഇതെല്ലാം നടക്കാനായിട്ട്. എന്നിട്ട് പതുക്കെ ഉരുണ്ടാൻ കൂട്ടിപ്പോവും, വിശ്രമമായിരുന്നു. കറുത്ത് നോക്കേ, ഞങ്ങൾ വന്നപ്പോ ഇതിന്റെ തുടക്കം അങ്ങനെ നിൽക്കുന്നേ. അത് മണ്ണിര, അത് കരിമൂർക്കനാന്ന് തോന്നുന്നു. കരിമൂർക്കൻ കുഞ്ഞാണ്. ചേട്ടൻ പറഞ്ഞോളൂ, ഉച്ചയ്ക്ക് തന്നെ ആയിരിക്കും അവിടെ പോകുന്നത് കേട്ടോ. ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇവിടെ വന്നിട്ടില്ല. അവിടെയും കംപ്ലീറ്റ് ഒന്നും കേട്ടില്ല. ഒറ്റ പ്ലേറ്റും പോയെന്ന് ഞങ്ങൾ എവിടൊക്കെ കൊണ്ടുപോയി. ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഏത് നേരത്താണോ ഈ ഫാമിലി ഇവിടെ വരാൻ തോന്നുന്നത്? മണ്ണിരക്ക് ഇവിടെ വരാൻ തോന്നുന്നത്. ഇല്ല, നമുക്ക് ഇവിടെ വരാൻ തോന്നിയത്. അയ്യോ എന്റെ ചോളി മതി കേട്ടോ. നോക്കാം, അത് നോക്കി കിടന്നു മുറിച്ചത്. ഇതിന് രണ്ട് തല്ലുണ്ട്. നിന്റെ തലയല്ല, വാലാണ്, തണുത്താണ്. അതിന്റെ അച്ഛൻ ഇന്നലെ പോയിട്ട് നൈസായിട്ട് മുറിച്ചു കേട്ടോ. ഒരുപാട് അടുത്ത് പോലെ ആ കൂടിന്റെ അടുത്താണ് പോകുന്നത് കേട്ടോ. അതിനകത്ത് വേറെ വല്ലതും വന്ന് ഇവിടെ പോണം. തിരിച്ചു മേളോട്ട് താഴെ വീണിട്ട് അത് ഇറക്കാൻ വേണ്ടിട്ട് വാനങ്ങ് വലുതായതുണ്ടോ. ചെറുതായിരുന്നു, ഇച്ചിരി ഉണ്ടായിരുന്നു കേട്ടോ. അല്ല അത്രയും കനമുണ്ടല്ലോ ഈ സാധനത്തിന്. അങ്ങോട്ടൊക്കെയാണ് പിന്നെ സൂക്ഷിക്കണം. നീ അങ്ങോട്ട് പോ, അവരെവിടെ എത്തി നോക്ക്. നിങ്ങൾ പോന്നാ ഞാൻ പറഞ്ഞ അങ്ങോട്ടാ. അത് കിടന്ന് കറങ്ങണം. നോക്കി മുറിക്കണം. എണീറ്റോ, ഇനി വിട്ടോ. മുറിച്ചെടുത്തു. ഇനി നോക്കി, ഇനി സൂക്ഷിച്ചോളെ. നിങ്ങളുടെ ശല്യങ്ങളെ രക്ഷപ്പെടാൻ നോക്കിയതാ. അത് പറയാൻ പറ്റത്തില്ല. വാ ഇനി ചീറ്റും. വാ വിഷം കൂടുതലായിരിക്കും. ഒരുപാട് അടുത്ത് പോലെ. അതെ മോനെ സൂക്ഷിക്കണം. അതെ, അത് ബാക്കിയുള്ള കഴിക്കണമെന്നുണ്ടോ? സൗണ്ടും
അതെല്ലാം കൂടെ കണ്ട് പിന്നെ ഒന്ന് പോയിക്കോളൂ.